ആപ്പിൾസ് ആൻഡ് അവർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ജലദോഷവും തലവേദനയൊക്കെ കാരണം ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ മോന് ട്യൂഷന് പോകണമായിരുന്നു. എന്തൊക്കെയാലും പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മോനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനും അമ്മയും ഇളയ മോനും കൂടി പുരയിടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് നമ്മുടെ വാഴയൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. 2-3 വാഴയൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ കീറി ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ കുറച്ച് കോവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മാത്രമേ കോവയ്ക്കൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ സീസൺ കഴിയാറായെന്നാണ് തോന്നുന്നത്. അതിനൊക്കെ ശേഷം വാഴക്കൂമ്പൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ട് 2-3 ഫാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. മരിച്ചീനി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്ന് അനിയനും വൈഫും മോനും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ മുമ്പ് വീട്ടിലെത്തി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറി ഉച്ചയ്ക്കത്തേക്കുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ടെറസിൻ്റെ മേലെ വന്നിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മേലയിൽ നമ്മൾ കോളിഫ്ലവറിൽ എന്തോ കടിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടെന്തോ കടിച്ചെന്നാണ് തോന്നുന്നത്. എന്തോ ഒരു ചെറിയൊരു കേട് അതിൻ്റെ സൈഡിലൊക്കെ കണ്ടു. പിന്നെ അതിനെ കൂടുതൽ നിർത്തിയേക്കണ്ടെന്ന് കരുതി ഞങ്ങളതിനെ മുറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. താഴെ വന്ന് നമ്മുടെ മുറ്റത്തെ ചെടികളൊക്കെ അപ്പുറത്തെ മതിലിൽ വെച്ചിരുന്ന ചെടികളൊക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് വീണിട്ടുണ്ട്. വീണ് അതെല്ലാം ചെടിച്ചട്ടികളെല്ലാം ഒടിഞ്ഞു പോയിട്ട് ചെടിച്ചട്ടികളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ചെടികളെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒടിഞ്ഞ ചെടികളൊക്കെ എടുത്ത് നമ്മൾ അരിയൊക്കെ വാങ്ങിച്ച ചാക്കുണ്ടായിരുന്നു, അങ്ങനെ അതിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. അതിനൊക്കെ ശേഷം നമ്മുടെ ഫ്രണ്ടിലെ കുറച്ച് ചവറും പുല്ലുമൊക്കെ പറിച്ച് ചെത്തിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വൃത്തിയാക്കി പിന്നെ അവിടെ നിന്ന് കുറച്ച് കോളാമ്പി ചെടിയൊക്കെ പറിച്ച് നമ്മുടെ ഫ്രണ്ടിലോട്ട് നട്ട് അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗാർഡൻ കുറച്ച് ഒന്ന് ശരിയാക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പോഴാണ് അനിയൻ വിളിച്ചത് കേട്ടോ. അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ മഴ ആയതുകൊണ്ട് അവർ വരുന്നില്ല, മോനെയും കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങളങ്ങനെ നിന്നപ്പോഴാണ് ചെടിയൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് മഴ വീണ്ടും തുടങ്ങിയത്. അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ചേട്ടത്തിയുടെ മോൾ വന്നത്. അവൾ ചെയ്ത കുറച്ച് എംബ്രോയ്ഡറി വർക്കൊക്കെ നമ്മളെ കൊണ്ട് കാണിക്കാൻ കൊണ്ട് വന്നതാണ് കേട്ടോ. അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴേക്കും മഴ തുടങ്ങി. മഴയും കണ്ട് അങ്ങനെ അവളുടെ വർക്കൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടത്തിയും കൂടി വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അവൾ ചെയ്ത വർക്കുകൾ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനും ചേട്ടത്തിയും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. പോയ വഴിക്ക് കണ്ട ഒരു പുൽച്ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് മുള്ളുരുക്കി പച്ച എന്നാണ് ചേട്ടത്തി പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു കേട്ടോ. അങ്ങനെ ചേട്ടത്തി പറഞ്ഞു തരേണ് കേട്ടോ അതൊക്കെ. പറ. ഇതാണ് മുള്ളുരുക്കി പച്ച. ഇത് മുള്ളു പോലെയല്ലേ കാണാൻ ഇരിക്കണത്. ഇലയാണ് ഇത്. മീൻ മുള്ളു പോലെയാണ് ഇത് ഇരിക്കണത്. ഇത് മീൻ മുള്ളു തൊണ്ടയിലായ ഇത് പറിച്ച് കൈക്ക് തേച്ചാൽ മതി, മുള്ളു ഇറങ്ങിപ്പോവും എന്നാണ് പറയണത്. എനിക്കത് അനുഭവമുണ്ട്.
വീട്ടിൽ ചെടിയായിട്ട് ഉപയോഗിക്കും. പടത്തി വിട്ടാൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നല്ലതായി കിടക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.